ഹൃദയ കലാസ്നേഹികളെ, ഒഴിഞ്ഞ തിയേറ്ററിൽ ഒറ്റയ്ക്കിരുന്ന് ഈ സിനിമ കണ്ട എല്ലാ ഹതഭാഗ്യന്മാരോടും എന്റെ വന്ദനം അറിയിച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി തയ്യൽ മെഷീനിൽ പ്രേതം കയറിയ സിനിമയാണ് നമ്മൾ ഇന്ന് കാണാനും വറുക്കാനും പോകുന്നത്. അപ്പോ നമുക്ക് ആരംഭിക്കാം. ഒരു മാതൃക പോലീസ് സ്റ്റേഷൻ കാണിച്ചു തുടങ്ങുന്ന ഈ സിനിമ സംഭവ ബഹുലമായ പല മുഹൂർത്തങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട്. ചെറുതായിട്ട് ഒന്ന് കഞ്ചാവ് കടത്തിയതിന്റെ പേരിൽ ഈ 3 കൊച്ചിക്കാരെ അവിടുത്തെ സ്റ്റേഷനിൽ പിടിച്ചു വെച്ചേക്കുകയാണ്. ബട്ട് ഭാഗ്യമെന്ന് പറട്ടെ, ആ സ്റ്റേഷനിൽ CI വളരെ മാന്യനാണ്. അദ്ദേഹം കൊച്ചി ഭാഷ കച്ചം മുച്ചം പറയുന്ന ഈ ചെറുകിട കഞ്ചാവ് വ്യാപാരികളോട് ഇനി കഞ്ചാവൊന്നും കടത്തി ജീവിക്കല്ലേ, വല്ല പണിയെടുത്ത് ജീവിക്കണം കേട്ടോ എന്നൊരു കുഞ്ഞു ഉപദേശവും കൊടുത്ത് ഇറക്കി അങ്ങ് വിടും. ഞങ്ങൾ നല്ല ഇടിച്ചനെ ഇവിടുന്ന് വിട്ടെങ്കിലേ ഞങ്ങൾ ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ. ഇനി ഞങ്ങളൊന്ന് മാറ്റിപ്പിടിക്കാൻ ട്രൈ ചെയ്യും. ഇനി എന്താണ് ഇയാൾ ഇവരെ ഇറക്കി വിട്ടേന്ന് അറിയാമോ? പുള്ളിക്ക് ട്രാൻസ്ഫർ കിട്ടി പോവേണമെന്ന്. എന്നാ പിന്നെ സ്റ്റേഷൻ പൊടിഞ്ഞങ്ങ് പണ്ടാരടങ്ങട്ടെ എന്ന് അദ്ദേഹം. അങ്ങനെ പുള്ളി സ്ഥലം മാറി പോവുകയാണ്. പോയ നാട്ടിൽ ഒരു വാടക വീട് തപ്പി ഇറങ്ങുകയാണ്. ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത്. പുള്ളി വാടക എടുത്ത വീട്ടിൽ കൂടി കൊള്ളുന്നതാണ് ആ ഒരു ഉഗ്ര ശക്തിയുള്ള തയ്യൽ മെഷീൻ. ഇനി ഇത് ആ സ്റ്റേഷനിലെ SI ആണ്. ഇദ്ദേഹം ഈ നാട്ടുകാരൻ കൂടിയാണ്. ഇയാളെ നിങ്ങൾ നോക്കി വെച്ചോയെ. അങ്ങനെ താമസം മാറിയ പോലീസുകാരന്റെ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടിറക്കാൻ കുറച്ചു പേർ വരികയാണ്. അതിലൊരെണ്ണം ബീഡി കത്തിച്ച് പുക ഊതിവിടും. ഊതിവിട്ട പുക പെട്ടെന്ന് വായുവിൽ തട്ടി പ്രേതത്തിന്റെ രൂപം എടുക്കും. എവളായിരുന്നു പ്രേതം? എപ്പോഴാണ് ശരിക്കും പേടിച്ച. അങ്ങനെ നമ്മൾ പ്രേതത്തിന്റെ മുഖമെല്ലാം കണ്ട് സിനിമയിലൂടെ മുന്നോട്ട് ഇങ്ങനെ എഴിഞ്ഞു നീങ്ങുമ്പോൾ അത് നമ്മുടെ നായകന്റെ കുടുംബത്തെ കാണിക്കുകയാണ്. ഭാര്യയെ കുഞ്ഞു ഒരു നീല 800. അതാണ് അദ്ദേഹത്തിന്റെ ജീവിതം. സന്തുഷ്ട കുടുംബം, സന്തോഷരഹിതം, സർവത്ര ഹരണം, സംഗീത ഗുണനം. ചുമ്മാ ഒരു പ്രാസം. അങ്ങനെ ഇരിക്കെ ആ സ്റ്റേഷനിലേക്ക് 2 കള്ളന്മാരെ പിടിച്ചോണ്ട് വരികയാണ്. അവന്മാർ നമ്മള് CI സാറിന്റെ പുതിയ വീട്ടിലെ മോട്ടിക്കും കയറിയെന്ന്. പക്ഷെ അവരവിടെ എന്തോ കണ്ട് പേടിച്ചതാ. അവിടെ നിന്നൊന്നും എടുക്കാതെ പുറത്തു ചാടിയെന്ന്. എന്തായിരിക്കും പുള്ളിക്കാര് കണ്ടത്? നമ്മുടെ സുമതിയും കൊച്ചിനെ. രാത്രി മോട്ടിക്കും കയറുന്ന അവർ ആദ്യം കാണുന്നത് കൊച്ചു പ്രേതത്തിനെയാണ്. കൊച്ചു പ്രേതം രാത്രി ബച്ച കളിക്കാന്നും പറഞ്ഞ് പന്തുമായിട്ട് വരെയാണ്. കൊച്ചിനെ അടിക്കാനാണ് നീ കമ്പിപ്പാരായിട്ട് നിൽക്കണ. എടാ പഴങ്ങളെ ഓടടാ, പ്രേതം ഉണ്ടാത്. ഇത് കണ്ട് ഭയചകിതനായി നിൽക്കുന്ന അവർക്ക് മുന്നിൽ നമ്മുടെ മറ്റേ പ്രേതം. എടി ഒന്ന് കണ്ണെങ്കിലും ഉരുട്ടടി, പേടിക്കട്ടോ മാതിരി. ഇതൊരു പാവം പ്രേതമാണ് ഗൈസ്. ഈ ആരെയും പേടിപ്പിക്കാനുള്ള കഴിവൊന്നുമില്ല. വേണേ തൃശ്ശൂർ ഭാഷയിൽ 2 പാട്ട് പാടി കൊടുക്കും. അത്രയൊക്കെ പറ്റൂ. അതാണ് മാക്സിമം. ഇതിനെയൊക്കെ പിടിച്ച് പ്രേതമാക്കി ചിരിച്ചോ. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ പോലീസുകാരനോട് ഇദ്ദേഹം പറയുകയാണ്. ബട്ട് അയാൾ ചോദിക്കും, ഞാൻ അല്ലാതെ എന്റെ വീട്ടിൽ വേറെ 2 പേര്, അതാരും ഒരു താമസിക്കണം. അപ്പൊ നമ്മുടെ കള്ളം പറയും, ഞാൻ അവരെ ഇതിന് മുന്നേ ഈ വീട്ടിൽ കണ്ടിട്ടുണ്ടെന്ന് പറയും. പണ്ട് ഇയാൾ ഇതേ വീട്ടിൽ മോട്ടിക്കാൻ കയറിയതാണ്. ഇതാ നിങ്ങൾ ഇപ്പൊ ഈ നടന്നു പോയ ഒരുത്തനെ കണ്ടായിരുന്ന ജാക്കറ്റൊക്കെ ഇട്ട് പോയവൻ. അവനെ നിങ്ങൾ ഒന്നുകൂടി ഒരു സൂക്ഷിച്ച് നോക്കിയാണ്, അവന്റെ കയ്യിലോട്ടൊന്ന് നോക്കിയാണ്. നിങ്ങൾ അവന്റെ കയ്യിൽ കിടക്കുന്ന സാധനം കണ്ട ബോക്സിംഗ് ഗ്ലൗസ്. നിങ്ങൾ ഇത് സൂക്ഷിച്ച് നോക്കിക്കോ, മനസ്സിൽ വെച്ചോ കേട്ടോ. ഇതാണ് ഈ സിനിമയിലെ കില്ലർ. ഇനി എല്ലാരും പിടിച്ചിരുന്നോ, ഒരു പേടിപ്പിക്കുന്ന സീനാണ്. ശേഷം അന്നേ ദിവസം രാത്രി ഈ കൊച്ചു കയ്യിലൊരു ബക്കറ്റ് വെള്ളവുമായി, ബക്കറ്റ് ഇല്ല കയ്യിൽ, സോറി ഗൈസ്, ആരോ പിടിച്ചോണ്ട് പോണതാണത്. അങ്ങനെ ആ കൊച്ചു അകത്തോട്ട് പോവുകയാണ്. അത് നമ്മുടെ പോലീസുകാരൻ കാണും. പുള്ളി ആ കൊച്ചിന്റെ പിറകെ ചെല്ലുമ്പോ അകത്ത് പാതിരാത്രി 12 മണിക്ക് ഇരുന്ന് 2 പേര് തയ്ക്കാണ്. ഈ പ്രേതം അങ്ങനെ ആരെയും മുമ്പ് ഒളിച്ചൊന്നും ഇരിക്കൂല ഗൈസ്. എല്ലാരും മുന്നിൽ പ്രത്യക്ഷപ്പെടും. വേണേ ചായ ഇടും, ചോറും വെക്കും. വീട്ടിൽ കയറി പ്രേതത്തെ കണ്ട് അവൻ സ്റ്റക്കായി നിൽക്കാണ്. എന്താ ശിവ, എന്താ കേശവ? ശേഷം ആ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു നമ്മുടെ നായകൻ. നമ്മുടെ കൂട്ടുകാരൻ SIയുടെ അച്ഛനെ കാണാൻ പോവുകയാണ്. പുള്ളിക്കാരെ ആ നാട്ടുകാരാണല്ലോ. അപ്പൊ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നൊക്കെ പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി ചോദിക്കും. അപ്പൊ അങ്ങനെ അറിയും, പണ്ട് അവിടെ ഒരു കൊച്ചിനെയും അമ്മേനെയും ആരോ തലക്കടിച്ച് കൊന്നതാണ്. അതിന് ശേഷം അവിടെ ചെറിയ വെടിയും പോക്കൊക്കെ കേട്ടിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഇത്രടം വരെ വന്നതല്ലേ, നമ്മുടെ SIയുടെ വീട്ടിൽ കയറി ചായ കുടിച്ച് പോകാന്നും പറഞ്ഞു പുള്ളിക്കാരൻ വീട്ടിലോട്ട് കയറി ചെല്ലുകയാണ്. ഇവിടെയാണ് ഈ സിനിമയുടെ ബ്രില്യൻസ് ഇരിക്കുന്നത്. നിങ്ങൾ ആദ്യം കില്ലറെ കാണിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ, കയ്യിലോട്ട് നോക്കാൻ ഒരു ഗ്ലൗസ് ഇട്ടേക്കണത്. ഇത് നോക്കിയേ, വെണ്ടയ്ക്ക പോലെ നമ്മളെ കില്ലർ ഗ്ലൗസ് ഇട്ടിക്കണി നിൽക്കുകയാണ്. വാട്ട് എ ബ്രില്യൻസ്.
സിനിമയുടെ ഏറ്റവും വലിയ സസ്പെൻസ് സിനിമ തുടങ്ങി ഒരു അരമണിക്കൂർ കഴിയുമ്പോ തന്നെ പൊളിച്ചിങ് നമ്മുടെ കൈ തരും. പിന്നെ അങ്ങോട്ട് ഈ പടം ഒരു പണിഷ്മെന്റ് ആണ്. ഇതിപ്പോ കഥയെ മനസ്സിലായി, കില്ലറെ മനസ്സിലായി. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു പറഞ്ഞ് നമ്മളിങ്ങനെ അങ്കൂശായിട്ടിരുന്ന് ഈ പടം തീർക്കണം. ഇത് മറ്റേ എല്ലാം കാണിച്ചിട്ട് ഡയറക്ടർ പ്രേക്ഷകരോട് പറയണം, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അതിപ്പോ പറയാൻ കഴിയില്ല. അത് കഴിയുമ്പോ ആ വീട്ടിലെ ആകെ ഭാര്യ മാത്രമല്ലേ കാണാനുള്ളൂ പ്രയത്ന. ഭാര്യ നോക്കുമ്പോ പാതിരാത്രി 12 മണിക്ക് ഒരു മെഷീൻ തന്നെ ഇരുന്ന് അങ്ങടെ തയ്ക്കാണ്. അടി അടിയോട് അടി 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 അടിയോട് അടി അടി. പെട്ടെന്ന് ആ പ്രേത കൊച്ചു ഓടി വന്ന് അവളെ മുട്ടിനകത്ത് കയറിയിരിക്കുവോ? അല്ല, അതിന് എത്ര അടുത്തല്ലേ കയറാൻ പറ്റൂ? ഓ മൈ ഗോഡ്, ഷീസ് പ്രോസസ്. അങ്ങനെ ഈ വിഷയങ്ങളെല്ലാം കയ്യിൽ നിൽക്കുന്നു മനസ്സിലായ അദ്ദേഹം ഒരു എക്സ്പെർട്ടിന്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി ഒരു ജോൾസിനെ കാണാൻ പോവുകയാണ്. ഈ ജോൾസിന് അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട്. ആരെങ്കിലും കൈ പിടിച്ച് തന്റെ വയറ് തട്ടിച്ച അദ്ദേഹത്തിന് എല്ലാം കാണാൻ പറ്റും. അങ്ങനെ പുള്ളിക്കാരൻ ആ പ്രേതത്തെ കാണുകയാണ്. എന്താ കേശവ? അങ്ങനെ നമ്മുടെ ജോത്സ്യം പറയും, നിങ്ങൾ എത്രയും വേഗം ആ മെഷീൻ അവിടെ നിന്ന് എടുത്ത് കളയാൻ പറയും. അവരത് ലോറി കയറ്റി കൊണ്ടുവന്ന് നോക്കുമ്പോഴേ അത് അവിടെ നിന്ന് വീണ്ടും അപ്രത്യക്ഷ റൂമിൽ തന്നെ വന്നിരിക്കും. എന്നിട്ട് അവിടെ ഇരുന്ന് അടിയോടടി അടി അടിയോട് അടി അടി. പിറ്റേ ദിവസം രാവിലെ ഓ സോറി ഗൈസ്, അദ്ദേഹം ഒരു പള്ളിയിലെ അച്ഛനായിരുന്നു കേട്ടോ, ജോൽസിനല്ല. മൈ മിസ്റ്റേക്ക്, ഐ എം സോറി. ലുക്ക് വെച്ച് എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ജോൽസിന് അച്ഛൻ പറയും, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ഉണ്ട് നിങ്ങളെ സഹായിക്കാൻ. കൊടിയ ബാധയാണ് ആ മെഷീനകത്ത് കയറിയിരിക്കുന്നത്. ഒരു ഉഗ്രമായ എക്സോസ്റ്റ് സിസ്റ്റം തന്നെ വേണ്ടി വരും. എല്ലാരും വീട്ടിൽ പോയി പിടിച്ചിരുന്നു, ഞാൻ ഇപ്പൊ തന്നെ വരാൻ പറഞ്ഞു. തൊട്ടടുത്ത ഷോട്ടിൽ നമ്മൾ കാണുന്നത് ഇദ്ദേഹം എടാ ഇത് ഈ ക്യാമറ ഇത് എവിടെയാണ് അങ്ങ് ആകാശത്താണ് എടുത്ത് വെച്ചേക്കുന്നത്. കുറച്ചുകൂടി കാര്യങ്ങൾ വിശദമായി അറിയാൻ പുള്ളിക്കാരൻ ആ നാട്ടിലെ ആശാ വർക്കറെ പോയി കാണുകയാണ്. അവരാകുമ്പോ എല്ലാ വീട്ടിലും കയറി ഇറങ്ങണയാണല്ലോ. ആ വീട്ടിൽ നടന്നതിനെ പറ്റി വല്ലതും അറിയെങ്കിലോ? ഡോക്ടർ പറഞ്ഞു വരുന്നത് ഇത് ഡോക്ടർ ആയിരുന്നോ? അമ്മച്ചിയാണ് ഞാൻ ആശാ വർക്കറാണെന്നാണ് വിചാരിച്ചത്. എന്റെ ഒബ്സർവേഷൻ ഹാക്കി അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയമായി. ശേഷം വീട്ടിലെത്തുന്ന അവർ കാണുന്നത് ആ അഘോരമായ കാഴ്ചയാണ് ഗൈസ്. അടുക്കളയിൽ ചായ ഇടാൻ കയറി നിൽക്കുന്ന ഭാര്യ. ബട്ടൊന്ന് സൂക്ഷിച്ച് നോക്കൂ, ആരാണ് ചായ ഇടുന്നതെന്ന്. നെറ്റിയിൽ കുറിയൊക്കെ അടിച്ച് നമ്മുടെ വില്ല നിക്കണം. അങ്ങനെ അയ്യോ, അതൊരു പാവമാണ്. ഇത്രയും ശാലീനവും സുന്ദരിയുമായ പാവ ഒരു പ്രേതന എന്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ദേഹത്ത് പ്രേതം കയറിയ നമ്മുടെ നായകന്റെ ഭാര്യ തലയിറങ്ങി മോഹൻലാസ്യമായി വീഴുകയാണ് അവിടെ. അപ്പൊ തന്നെ അവിടെ നമ്മുടെ ജോൽസിനച്ഛൻ വരും. പിന്നെ അവിടെ ഒരു ഉഗ്ര എക്സോസ്റ്റ് അത് നടക്കുകയാണ്. In the name of Son and in the name of Holy Spirit. മന്ത്രം കേട്ടതും പ്രേതത്തിന് പെട്ടെന്ന് ഏതാണ്ട് അതുപോലെയൊക്കെയാണല്ലേ ഈ കാണിക്കുന്നത്. വന്ന് പ്രേതം വെളിയിൽ വന്ന് ഒഴുപ്പിരി പെട്ടെന്ന് ഒഴുപ്പിരി നമുക്ക് പോണം. എങ്ങനെയാണ് ഞാൻ പോവേണ്ടത്? നീ വല്ല ബസ്സിലും കയറിപ്പോ. ഒരു കാരണവുമില്ലാതെ എന്നെയും എന്റെ മോളെയും ഇല്ലാതാക്കിയവൻ ആരാണെന്ന് പോലും കാണാതെ. അത് ന്യായമായ ഒരു കാര്യമാണ്. ഗസ് വാട്ട് ഗൈസ്, ജോൽസിനച്ഛനെ കുറച്ച് ട്രിക്സ് ഒക്കെ അറിയാമല്ലോ. പുള്ളി പ്രേതത്തിന്റെ കൈ പിടിച്ചെടുത്ത് വയറ് ചേർത്ത് വെച്ച് അവളെ പാസ്റ്റ് നോക്കും. ഈ ടെക്നിക്ക് പ്രേതങ്ങളിൽ വർക്ക് ചെയ്യൂ. ഒളിച്ചേ കണ്ടേ ചത്ത് ഇനി നീ ഇവിടെ നിന്ന് പോണോന്ന് പറയും. പക്ഷെ നമ്മുടെ സാധു പ്രേതം അത് കൂട്ടാക്കൂല ഗൈസ്. ഇല്ല. എങ്ങോട്ട് പോകാൻ? പാലവരത്തിലേക്ക് പോകൂ. ഞാൻ പാലായിക്ക് പോക്കോളാം. In the name of Father, in the name of Son, ഇങ്ങനെ ഈ കിണ്ടിയല്ലാതെ വേറെ ഒന്നും പറയാറിഞ്ഞൂടെ. ഇൻ ദ നെയിം and in the name of Holy Spirit, Jesus Christ. Blood and ഫലാനി പക്വാനി പദന്തി വിമലേജലെ കപി കമ്പിത ശാഖാകൻ കുളുകു കുളുകു കുളു. in the name of Lord Jesus Christ. അത് ശരി, ഇൻ ദ നെയിം ഓഫ് തീർന്നില്ലേ പണ്ടാരം. അതിവിശിഷ്ട വിശ്വാസിയായി ഇതെല്ലാം കഴിയുമ്പോൾ നമ്മുടെ പോലീസുകാരന് മനസ്സിലാവുകയാണ് ഇവനാണ് യഥാർത്ഥ കില്ലർ എന്ന്. അതിനിടയിൽ നമ്മുടെ വില്ല തയൽമുഷി എടുത്ത് ഒരു ആറ്റി കൊണ്ട് എറിയും. എന്നിട്ട് തിരിച്ചൊന്ന് വില്ലിനെ നമ്മുടെ പോലീസുകാരൻ വീട്ടിൽ കയറി ഇടിക്കും. എടാ നീ ബോക്സറൊക്കെ ആടാ, ഒരു ഇടിയെങ്കിലും തിരിച്ചിടിയിട അവനെ നാണം കെടുത്താതാ. അപ്പൊ അവിടെ നമ്മുടെ സുമതിയും കൊച്ചു പ്രത്യക്ഷപ്പെടുകയാണ്. സംഭവം എന്താന്ന് വെച്ചാൽ ഇവൻ ഇവളോട് ഭയങ്കര പ്രേമമായിരുന്നു. ബട്ട് തുറന്നു പറയാൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം അവള് കുളിച്ചീറന്മാരെ നിൽക്കുമ്പോൾ വീട്ടിലേക്ക് കയറി ചെന്ന അവന്റെ മുഖത്ത് ഇവള് കരണത്തിനടിക്കും. വൃത്തിയായിട്ട് ഇറങ്ങിപ്പോടെ പട്ടി എന്ന് പറഞ്ഞ ഇവന്റെ മുഖത്തിട്ട് അവളൊന്ന് കൊടുക്കും. അതാണ് ഈ കൊലപാതകം ചെയ്യാനുള്ള അവന്റെ പ്രേരണ. ആ ദേഷ്യത്തിലാണ് അവൻ ലോകത്താരും ചെയ്യാത്ത ആ കാര്യം ചെയ്തത്. സീരിയൽ കില്ലർ ആവുക എന്നതല്ല ഞാൻ പറഞ്ഞത്. കയ്യിൽ ബോക്സിംഗ് ഗ്ലൗസ് ഇട്ട് വന്ന് കൊന്നേക്കണം. എടാ സ്വല്പമെങ്കിലും ബുദ്ധിയുള്ള ആരെങ്കിലും ചുമന്ന കളർ ഗ്ലൗസ് ഇട്ട് കൊല്ലാൻ ഇറങ്ങൂടാ. വഴി
തലയ്ക്ക് വെച്ച് നിനക്ക് മൂത്രശങ്ക വന്ന സിബ് ഊരാൻ പോലും പറ്റൂല ആ ഗ്ലൗസ് ഇട്ട. ഇത്രയും ബുദ്ധിയില്ലാത്ത സ്ക്രിപ്റ്റ് ഇത് ആരടാ എഴുതി വെക്കണത്? എന്തായാലും കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞല്ലോ. പ്രേതത്തിന് സമാധാനമായില്ലെങ്കിൽ ഇപ്പൊ ഞാൻ മരിക്കാന്ന് പറഞ്ഞ അവൻ കഴുത്തരത്തങ്ങ് മരിക്കും. പിന്നെ ആ വെള്ളത്തിലിട്ട മെഷീനല്ലേ അത് വെള്ളത്തിൽ കിടന്ന് അടിയോടടി എന്നിട്ട് അവിടെ നിന്ന് അതുവഴി പോയൊരു പിക്കപ്പിന്റെ മുകളിൽ കയറിയിരുന്ന് അത് യാത്ര ചെയ്യണം. അങ്ങനെ പടം ഖത്തം. പോവല്ലേ, ഒരു പാട്ടുകൂടി ഉണ്ട്. കറണ്ടടിക്കണ കണ്ണാണ്, കുറുക്കു തോന്നൽ പതിവാണ്. ആ പാട്ടൊക്കെ കൊള്ളാം. എനിവേ ഗൈസ്, എങ്ങനെയുണ്ട് ഈ സിനിമ? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പൊ ശരി ഗൈസ്, നമുക്ക് അടുത്തൊരു റോസ്റ്റിൽ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. നമ്മൾ ഇനിയും Thanks. Love you.